നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ട കൊലപാതക കേസ് കൊച്ചി CBI കോടതി വെള്ളിയാഴ്ച വിധി പറയും. ദേശീയപാത നിർമ്മാണം തലപ്പാടി മുതൽ ചെങ്കള റീച്ചിലെ 6 വരിപ്പാതയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർ ഇനി വാഹന പാർക്കിങ്ങിന് ബുദ്ധിമുട്ടേണ്ട. വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കും. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം ഉടൻ നടക്കും. ദേശീയ മെഡിക്കൽ കമ്മീഷന് അപേക്ഷ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. ആടിയും പാടിയും പുതുവർഷത്തെ വരവേറ്റ് കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും. ഈസ്റ്റളേരി പഞ്ചായത്തിലെ കടുമേനി സർക്കാരി ഉന്നതിയിലെ സച്ചു സതീഷിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കാഞ്ഞങ്ങാട് കൂട്ടായ്മയുടെ കൈത്താങ്ങ്. അചാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു. വാർത്തകൾ വിശദമായി. പെരിയ ഇരട്ട കൊലപാതക കേസിൽ കൊച്ചി CBI കോടതി വെള്ളിയാഴ്ച വിധി പറയും. പീതാംബരൻ ഉൾപ്പെടെ 14 പേരെ കോടതി നേരത്തെ കുറ്റക്കാരായി കണ്ടെത്തിയിരുന്നു. കേസിൽ 10 പേരെ വെറുതെ വിട്ടു. 2019 ഫെബ്രുവരി 17 രാത്രി 7:30യോടെയാണ് നാടിന് നടുക്കിയ കൊലപാതകം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യോട്ടെ ശരത്ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് CBI ഏറ്റെടുക്കുകയായിരുന്നു. CPIM പെരിയ ലോക്കൽ സെക്രട്ടറിയായിരുന്ന 1-ാം പ്രതി പീതാംബരനടക്കം 11 പ്രതികൾ 5.5 വർഷത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കേസിൽ വെള്ളിയാഴ്ച CBI കോടതി ശിക്ഷാവിധി പറയും. ഇതിന്റെ പശ്ചാത്തലത്തിൽ കളക്ടർ K. ശേഖരന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമാധാന യോഗം വിളിച്ചു ചേർത്തിരുന്നു. വിധി വരുന്ന സാഹചര്യത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സമൂഹ മാധ്യമം വഴിയുള്ള അധിക്ഷേപ പരാമർശങ്ങൾ, ആക്ഷേപം തുടങ്ങിയവ നിയന്ത്രിക്കും. പ്രദേശത്ത് സമാധാനം നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അല്ലാത്തപക്ഷം ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ വിധി കേൾക്കാനായി കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കേസിൽ 10 പേരെ കുറ്റക്കാരില്ലെന്ന് കണ്ട് കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. കേസിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 10 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ വിധി വന്നതിന് ശേഷം പരിശോധിച്ച് അപ്പീൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതിഭാഗവും വിധിക്കെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരിയ. ദേശീയപാത നിർമ്മാണം തലപ്പാടി മുതൽ ചെങ്കള റീച്ചിലെ 6 വരിപ്പാതയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കാസർഗോഡ് നഗരത്തിന് മുകളിൽ കൂടിയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലത്തിന്റെ പ്രവർത്തികൾ പൂർത്തിയായി. 39 കിലോമീറ്റർ നീളുന്ന പാത മാർച്ചിനകം ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. ദേശീയപാത 66-ലെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ 6 വരിപ്പാതയുടെ നിർമ്മാണം 85% പൂർത്തിയായി. സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റത്തെ റീച്ചാണിത്. ബാക്കി പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി മാർച്ചിനുള്ളിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. 39 കിലോമീറ്റർ വരുന്ന പാതയുടെ അവസാനഘട്ട പണികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 1703 കോടി രൂപയുടെ നിർമ്മാണ കരാർ എടുത്തിട്ടുള്ളത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 2021 നവംബർ 18-നാണ് പാതയുടെ പ്രവർത്തികൾ ആരംഭിച്ചത്. 45 മീറ്റർ വീതിയുള്ള പാതയിൽ 27 മീറ്റർ പ്രധാന പാതയും ഇരുവശത്തും സർവീസ് റോഡ് ഉൾപ്പെടെ 18 മീറ്ററാണ് ഉണ്ടാവുക. കാസർഗോഡ് നഗരത്തിന് മുകളിൽ കൂടിയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലത്തിന്റെ പ്രവർത്തികൾ പൂർത്തിയായി. കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ മേൽപ്പാലം കൂടിയാണിത്. 1.25 കിലോമീറ്ററോളം നീളമുള്ള പാലത്തിന് 29 സ്പാനാണുള്ളത്. അവസാന സ്പാനിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. കറന്തക്കാട് അഗ്നിരക്ഷാ നിലയത്തിന് മുന്നിൽ നിന്നും തുടങ്ങി നുള്ളിപ്പാടി അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലാണ് പാലം അവസാനിക്കുന്നത്. മൊത്തം 30 തൂണുകളുണ്ട്. കുതിച്ചുയരാൻ വെമ്പുന്ന പക്ഷിയുടെ മാതൃകയിലാണ് പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ തോളിനും നട്ടലിനും സമാനമായ നിർമ്മാണ രീതിയാണിത്. ആധുനിക നഗര സൗന്ദര്യത്തിന് മാതൃകയായി ഇത്തരം പാലങ്ങൾ വിലയിരുത്തപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ വിശാഖപട്ടണം, മൈസൂരു, ബംഗളൂരു ദേശീയപാത എന്നിവിടങ്ങളിലാണ് വലിയ ഒറ്റത്തൂൺ മേൽപ്പാലങ്ങളുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർ ഇനി വാഹന പാർക്കിങ്ങിന് ബുദ്ധിമുട്ടേണ്ട. സ്റ്റേഷനിൽ 3000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് വിപുലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കും. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന മുഴുവൻ വാഹനങ്ങൾക്കും പാർക്കിംഗ് സൗകര്യമൊരുക്കും. 380 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മാണം. 3000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നത്. അടിത്തറ കോൺക്രീറ്റ് ചെയ്ത് കുരുപ്പുകട്ട പാകിയാണ് പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണം. പദ്ധതിക്കായി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ തെക്കേയറ്റം മുതൽ സ്റ്റേഷൻ കെട്ടിടം വരെയുള്ള 200 മീറ്ററോളം ദൈർഘ്യത്തിലാണ് റെയിൽവേ ഭൂമി പരമാവധി ഉപയോഗപ്പെടുത്തി പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. നിലവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന് വടക്കു ഭാഗത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ യാത്രക്കാരുടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും പാർക്കിംഗ് സ്ഥലം കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. സ്ഥിരമായി തീവണ്ടി യാത്ര നടത്തുന്നവർ പലരും നഗരത്തിലെ റോഡരികിലാണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത്. ഇത് വലിയ ഗതാഗത കുരുക്കിനും ഇടയാക്കാറുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് സൗകര്യം ഒരുങ്ങുന്നതോടെ ഇതിന് പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം ഉടൻ നടക്കും. ദേശീയ മെഡിക്കൽ കമ്മീഷന് അപേക്ഷ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയായി സർക്കാർ ഉത്തരവിറക്കിയത് MBBS പ്രവേശനം എത്രയും വേഗത്തിൽ സാധ്യമാക്കുന്നതിനാണ്. ഉത്തരവിറക്കിയ സാഹചര്യത്തിൽ ദേശീയ മെഡിക്കൽ കമ്മീഷന് അപേക്ഷ നൽകുന്നതിനുള്ള നടപടികൾ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആരംഭിച്ചു. ജനറൽ ആശുപത്രിയിൽ നിലവിലുള്ള സൗകര്യങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കാസർഗോഡ് ഉക്കിനെടുക്ക ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൂടി ലഭ്യമായ ശേഷമാണ് MBBS പ്രവേശനത്തിനുള്ള അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കുക. ജനറൽ ആശുപത്രി വർഷങ്ങളായി പ്രവർത്തിക്കുന്നതിനാൽ 2025-26 വർഷത്തിൽ തന്നെ പ്രവേശനം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പരിശോധനാ നടപടി പൂർത്തിയായ ശേഷമേ ഇതിൽ വ്യക്തത വരൂ. ആദ്യഘട്ടത്തിൽ 50 വിദ്യാർത്ഥികൾക്കായിരിക്കും പ്രവേശനം നൽകുക. ക്ലാസുകൾ ഉക്കിനെടുക്കയിലും പ്രാക്ടിക്കൽ സെഷനുകൾ ജനറൽ ആശുപത്രിയിലും എന്ന രീതിയിലാവും കോഴ്സ്. ഉക്കിനെടുക്ക ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം പണി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായാണ് ജനറൽ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉക്കിനെടുക്കയിലെ കെട്ടിടം പണി പൂർത്തിയായാൽ അവിടേക്ക് തന്നെ മാറ്റും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. ചെയർപേഴ്സൺ KV സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ലാപ്ടോപ്പുകളും മറ്റ് ഉപകരണങ്ങളും വിതരണം ചെയ്തു. 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23 ലക്ഷം രൂപ ചെലവഴിച്ച് ലാപ്ടോപ്പ്, പ്രിന്റർ, സ്കാനർ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 15 സർക്കാർ സ്കൂളുകൾക്കാണ് ഉപകരണങ്ങൾ കൈമാറിയത്. ചെയർപേഴ്സൺ KV സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു. മേലാങ്കോട് സ്കൂൾ പിന്നെ അവസാനം അനിമാഷോട് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു, ഇങ്ങനെ മൊത്തത്തിലുള്ള സൗണ്ട് വേണ്ട, ഞങ്ങൾക്ക് റൂമുകളിലേക്ക് മതി, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിവാക്കപ്പെട്ടപ്പോൾ എങ്ങനെയോ GUPSഉം ഒഴിവായി. അതിപ്പോൾ തൽക്കാലത്തേക്ക് പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റൊരു സൗണ്ട് സിസ്റ്റം അവിടെ എത്തിച്ചിട്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും എല്ലാം എത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മാഷ് അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് ഓരോ സ്കൂളിലേക്കും, ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലാണ്. അപ്പം അങ്ങനെ സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ സ്പോർട്സ് കിറ്റ് വരാൻ വേണ്ടി പോവാണ്. LP സ്കൂൾ അടക്കം സ്പോർട്സ് കിറ്റ് സപ്ലൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞു അല്ലേ മാഷേ? സ്പോർട്സ് കിറ്റിൻ്റെ ഈ മാസം തന്നെ അത് വിതരണം ചെയ്യപ്പെടും. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. അഹമ്മദ് അലി, K. ലത, KV സരസ്വതി, K. അനീശൻ, K. പ്രഭാവതി, നഗരസഭാ കൗൺസിലർമാരായ വന്ദന ബൽരാജ്, PV മോഹനൻ, K. രവീന്ദ്രൻ, C. രവീന്ദ്രൻ, T. ബാലകൃഷ്ണൻ, KV മായാകുമാരി, ഫൗസിയ ഷെരീഫ്, CH സുബൈത എന്നിവർ സംസാരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ EV സുരേഷ് ബാബു സ്വാഗതവും MEC സെക്രട്ടറി ഉഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings.
ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോട്ടപ്പാറ കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. ആടിയും പാടിയും പുതുവർഷത്തെ വരവേറ്റ് കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും. ആരോഗ്യ ബോധവൽക്കരണ വീഡിയോ പ്രകാശനവും നടന്നു. പ്രതീക്ഷകളുമായി വന്നെത്തിയ പുതുവർഷത്തെ ആടിയും പാടിയുമാണ് കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും വരവേറ്റത്. പുതുവത്സര സമ്മാനമായി പുറത്തിറക്കിയ ആരോഗ്യ ബോധവൽക്കരണ വീഡിയോയുടെ പ്രകാശനവും നടന്നു. ഞാൻ ഡോക്ടർ സന്തോഷ്. അറിഞ്ഞിരിക്കാം നമ്മുടെ പ്രധാനപ്പെട്ട ആരോഗ്യ ദിനങ്ങളെപ്പറ്റി. ലോക ക്യാൻസർ ദിനം, പ്രജനനാരോഗ്യ ബോധവൽക്കരണ ദിനം, ലോക വനിതാ ദിനം, ലോക ക്ഷയരോഗ ദിനം, ലോക ആരോഗ്യ ദിനം, ആസ്മ ദിനം, ഇന്റർനാഷണൽ നഴ്സസ് ഡേ, പുകയില വിരുദ്ധ ദിനം, പരിസ്ഥിതി ദിനം, രക്തദാന ദിനം, ഇന്റർനാഷണൽ ഡോക്ടേഴ്സ് ഡേ. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ഒരു കൊല്ലം തുടങ്ങിയിട്ട് ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ ദിവസവും എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും. ഇന്ന് ന്യൂ ഇയർ ഡേ ആണ് അല്ലെ, നമ്മൾ പല പല ദിവസങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഡേ, മറ്റേ ഈ ഡേ അല്ലെ, കുറേ ഡേയ്സ് ഉണ്ട്. ഹാർട്ട് ഡേ, ഡയബറ്റിക് ഡേ, നമ്മൾ വാക്കിംഗ് ഡേ, എല്ലാത്തിനും ഉണ്ട് ഡേയ്സ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ഡേ വരുമ്പോഴും ഓരോ ദിനം വരുമ്പോഴും നമ്മൾ അതിൻ്റെ തീം വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. അത് പൊതുജനങ്ങൾക്കിടയിൽ നല്ല ആരോഗ്യശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയെടുക്കാറുണ്ട്. സ്റ്റാഫ് കൗൺസിൽ ചെയർമാൻ എം വി രാജീവൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിപിൻ കെ നായർ, ഡോക്ടർ അഖിൽ അശോകൻ, ഡോക്ടർ എം എ നിസാർ, ഡോക്ടർ എസ് ജെ സായി പ്രിയ, ഡോക്ടർ മൈഥിലി രാമചന്ദ്രൻ, ഡോക്ടർ ചിത്ര ശിവൻ, ഡോക്ടർ ഫിറോസ് അബ്ദുള്ള, നഴ്സിംഗ് സൂപ്രണ്ട് മിനി ജോസഫ്, സ്റ്റോർ സൂപ്രണ്ട് രാജേഷ് കുമാർ പി, JPHN ചന്ദ്രിക എ, ലാബ് ടെക്നീഷ്യൻ ലാൽ GS, നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് പുങ്ങംചാൽ എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ വി സ്വാഗതവും ട്രഷറർ ജമീൽ അഹമ്മദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ജീവനക്കാരുടെയും ഫാർമസി ട്രെയിനീസിന്റെയും ആശാപ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നമ്മൾ തുള്ളിക്കളിച്ചു നടന്നില്ലേ, അന്നീ കൊച്ചോളങ്ങളിൽ നമ്മൾ നീന്തി തുടിച്ചു രസിച്ചില്ലേ. ഈസ്റ്റളേരി പഞ്ചായത്തിലെ കടുമേനി സർക്കാരി ഉന്നതിയിലെ സച്ചു സതീഷിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കാഞ്ഞങ്ങാട് കൂട്ടായ്മയുടെ കൈത്താങ്ങ് 1,11,111 രൂപ കൈമാറി. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം എന്നീ ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ തോമാപുരം സെന്റ് തോമസ് സ്കൂളിലെ സച്ചു സതീഷിന് വേണ്ടി കാഞ്ഞങ്ങാട്ടെ കൂട്ടായ്മയാണ് പണം സ്വരൂകൂട്ടിയത്. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കൂട്ടായ്മയിലെ പ്രവർത്തകർ ചേർന്ന് ചെക്ക് കൈമാറി. മാധ്യമപ്രവർത്തകൻ VU മാത്യുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം മുഴുവൻ ധന്യമാക്കുന്നതിന് തുല്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അതിനാദ്യം തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിലെ എല്ലാവരെയും, അതുപോലെ തന്നെ സച്ചു സതീഷിന്റെ അമ്മ ബിന്ദുവിനെയും എല്ലാവരും അഭിനന്ദിക്കുകയാണ്. കാരണം മാതൃഭൂമിയോടും അതുപോലെ തന്നെ ഈ സച്ചു സതീഷിന്റെ ഈ നേട്ടത്തോടും ചേർന്ന് നിൽക്കാൻ ഇവർക്ക് എല്ലാവർക്കും ആയി. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിവിടെ ഒത്തുകൂടാനായത്. അപ്പം മറ്റൊരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് സച്ചു സതീഷിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ജയകൃഷ്ണൻ പറഞ്ഞു, അതുപോലെ തന്നെ അധ്യക്ഷനും സൂചിപ്പിച്ചു എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒരു ജില്ലാ തലത്തിൽ അതുപോലെ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ ഇത്രയും മത്സരം നടക്കുന്ന അതിൽ ഇങ്ങനെ ഒരു ഉയരങ്ങളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലേക്ക് ഈ പങ്കെടുത്ത 3 യോഗ്യത നേടി. ഇപ്പോൾ 1 2 ഒക്കെ ആണെങ്കിൽ അങ്ങനെ, പക്ഷേ പങ്കെടുത്ത 3 യോഗ്യത നേടാനായി എന്നുള്ളതാണ്. കൂട്ടായ്മയിലെ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷനായി. കർഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ദിവാകരൻ കടിഞ്ഞിമൂലയും അർബുദത്തെ അതിജീവിച്ച കെ വാസന്തിയും സച്ചുവിന് പുസ്തകങ്ങൾ സമ്മാനിച്ചു. കാഞ്ഞങ്ങാട് JK ജംഗ്ഷൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് അത് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുന്നേ നമ്മുടെ ആദ്യത്തിന് വെച്ചു കൊടുത്തു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാഞ്ഞങ്ങാട് പൗരപ്രമുഖരും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാതൃഭൂമി പത്രത്തിലെ ഒരു റിപ്പോർട്ട് കണ്ടു. സച്ചു സതീഷിൻ്റെ കലാ പഠനത്തിന് വേണ്ടിയിട്ട് സച്ചു സതീഷും അമ്മയും കൂടി വിഷമിക്കുന്ന യുവജനോത്സവത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ പലരും തുക അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് തരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് 1,11,111 രൂപ എന്ന മാജിക് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ച 2 ആഴ്ച കൊണ്ടാണ് ഇത്രയും തുക സാഫല്യമായത്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന രാജാമണി കുഞ്ഞിമംഗലം ക്യാഷ് പ്രൈസ് നൽകി. സാമൂഹിക പ്രവർത്തകൻ MK വിനോദ് കുമാർ, മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ, കാഞ്ഞങ്ങാട് സീനിയർ ചേംബർ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ നായർ, കവയിത്രി CP ശുഭ, ഹോസ്തുർഗ മാരിയമ്മ ക്ഷേത്രം ചെയർമാൻ B മുകുന്ദപ്രഭു, മുസ്ലിം ലീഗ് നേതാവ് A ഹമീദ് ഹാജി, BJP നേതാവ് HR ശ്രീധരൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ്, ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ PTA പ്രസിഡന്റ് അഹമ്മദ് കിർമാണി, കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് A രാധാകൃഷ്ണൻ, മുസ്ലിം സർവീസ് സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി PM അബ്ദുൽ നാസർ, അജാനൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് KV സുനിൽ രാജ്, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് നാരായണൻ മുതൽ, സിനിമാ താരം സിജി രാജൻ, അജിത് പാട്ടിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പിലിക്കോട്
കോഴിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവലിന് തുടക്കമായി. ഫാം കാർണിവലിലേക്കുള്ള പ്രവേശന ടിക്കറ്റിന്റെ ഉദ്ഘാടനം കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ നിർവഹിച്ചു. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലെ പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 3 ആഴ്ച നീളുന്ന ഫാം കാർണിവലിന് തുടക്കമായി. കാർഷിക മേഖലയിലെ ഗവേഷണ പുതുമകൾ പ്രദർശിപ്പിക്കുന്നതിനും വിനോദ വിജ്ഞാന ഉപാധികളും ഉൾപ്പെടുന്ന ഫാം കാർണിവലിൽ വിജ്ഞാനവും വിപണനവും വിനോദവും കോർത്തിണക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യത്യസ്തമായ വിളകളും കൃഷിരീതികളും അനുഭവിച്ചും ആസ്വദിച്ചും സന്ദർശകരെ ഫാമിലൂടെ നടത്തുന്ന നേച്ചർ വാക്ക് ഫാം പ്രത്യേകതയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, എന്തെല്ലാം നമുക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാനുണ്ട് എന്നൊക്കെ ഉള്ളൊരു മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെ കഴിയുന്നതും പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് യൂണിവേഴ്സിറ്റി ശ്രമിക്കുന്നത്. നമ്മൾ നാളെ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുമരകം, അമ്പലവയൽ, പീലിക്കോടൊക്കെ സ്ഥിരമായിട്ടുള്ള എക്സിബിഷൻ ഫെസിലിറ്റി, എക്സിബിഷന് മാത്രമല്ല മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതോടൊപ്പം ഫ്രഷ് ഫ്രം ഫാം എന്ന മേഖലയിൽ ഫാം ഉൽപ്പന്നങ്ങളും വിത്ത്, നടീൽ, ഉൽപാദന ഉപാധികളുടെ വിപണനവും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദിക്കാനുള്ള അമ്യൂസ്മെന്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഫാം കാർണിവലിലുണ്ട്. ജനുവരി 3 രാവിലെ 9 മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫാം കാർണിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സർവകലാശാല പവലിയൻ രാജ്മോഹൻ ഉണ്ണിത്താനും പി ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ മുഴുവൻ MLA-മാരും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള പൂരക്കളി കലാ അക്കാദമി ചെറുവത്തൂർ മേഖലാ സമ്മേളനം ജനുവരി 5 കാലിക്കടവിൽ നടക്കും. കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് ഒരുക്കങ്ങളായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. പൂരക്കളി രംഗത്ത് സജീവമായിട്ടുള്ള ഒളവറ മുതൽ നീലേശ്വരം വരെയുള്ള 24 ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറുവത്തൂർ മേഖലയിലെ 200ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കാലിക്കടവ് കരക്കക്കാവ് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ രാവിലെ പ്രതിനിധി സമ്മേളനം കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് N അപ്പു അധ്യക്ഷത വഹിക്കും. പൂരക്കളി അക്കാദമി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഗോപാലകൃഷ്ണ പണിക്കർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. രാവിലെ 9 മണിക്ക് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം നടക്കും. ഭദ്രദീപ തെളിക്കൽ ശ്രീ കരക്കക്കാവ് ഭഗവതി ക്ഷേത്ര സ്ഥാനികരും, തുടർന്ന് സമ്മേളനം ശ്രീ കെ കുഞ്ഞിരാമൻ കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ ഉദ്ഘാടനം ചെയ്യും. ബി ഗോപാലകൃഷ്ണ പണിക്കർ, N കൃഷ്ണൻ, PV കുഞ്ഞിക്കണ്ണൻ എന്നിവർ തുടർന്ന് സംസാരിക്കും. വൈകുന്നേരം 4 മണിക്ക് സാംസ്കാരിക സമ്മേളനം വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും. അണ്ടോൾ രാജേഷ് പണിക്കരും കൊയോങ്കര രാജീവൻ പണിക്കരും തമ്മിൽ മറത്തുകളി നടക്കും. തുടർന്ന് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രം, പൂരക്കളി കലാ അക്കാദമി യൂണിറ്റ്, വേങ്ങക്കൂട്ട് ഭഗവതി ക്ഷേത്രം യൂണിറ്റ്, കൊയോങ്കര, പയ്യക്കാൽ ഭഗവതി ക്ഷേത്രം യൂണിറ്റുകൾ പങ്കെടുക്കുന്ന പൂരക്കളി പ്രദർശനം നടക്കും. വാർത്താ സമ്മേളനത്തിൽ M ശ്രീധരൻ, CK രഘുനാഥ്, N അപ്പു, P കുമാരൻ, PK രവീന്ദ്രൻ, PV പ്രമോദ്, മാമുനി സുരേഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സ്മാർട്ട് പെരിയയുടെ ആഭിമുഖ്യത്തിൽ പെരിയയിൽ ജില്ലാതല വന്ധ്യജനോത്സവം സംഘടിപ്പിച്ചു. സാഹിത്യകാരി സരിത അഭിരാമം തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് പെരിയയുടെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാർക്കുള്ള ജില്ലാതല കലാമേള വന്ധ്യജനോത്സവം സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ MT വാസുദേവൻ നായർ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സ്മാർട്ട് പെരിയ അംഗം T മണി എന്നിവരുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരി ഡോക്ടർ സരിത അഭിരാമം തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മളാരും 500 വർഷമൊന്നും ജീവിച്ചിരിക്കില്ല. നമ്മളൊരു പക്ഷെ 50, 60 അല്ലെങ്കിൽ 70, 80 അത്രയും ജീവിക്കുന്നുവെങ്കിൽ അത് തന്നെ വലിയ ഭാഗ്യമാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യുക. മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പറയിപ്പിക്കാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും മഹനീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, അല്ലേ? നമ്മൾ എപ്പോഴും നമ്മളുടെ സന്തോഷത്തിന്
പ്രാധാന്യം നൽകുമ്പോൾ ഓർക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താണത്? നെഗറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കാൻ വരുന്നവരിൽ നിന്ന് നമ്മളൊന്ന് ഒഴിഞ്ഞു നിന്നാൽ നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. സ്മാർട്ട് പെരിയ പ്രസിഡന്റ് വി കുമാരൻ അധ്യക്ഷനായി. പി കെ കുമാരൻ നായർ, നിർമ്മൽ കുമാർ കാടകം, ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ എന്നിവർ സംസാരിച്ചു. ഗോപി ചാലങ്കാൽ സ്വാഗതവും ഗൗരി നന്ദിയും പറഞ്ഞു. സിനിമാ ഗാനം, മാപ്പിളപ്പാട്ട്, നാടകഗാനം, നാടോടി ഗാനം, കവിത, ദേശീയ ഗാനം, മോണോ ആക്ട്, പ്രസംഗം എന്നിവയിൽ നടന്ന മത്സരത്തിൽ നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിയ. ഇടവേള. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും.
ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. ബോവിക്കാനം ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലികളെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് ആവശ്യം. ബാവിക്കരക്കുന്നിൽ ഫ്രണ്ട്സ് നുസ്രത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ ബോവിക്കാനം സെക്ഷൻ ഓഫീസിലേക്ക് പാത്രം കൊട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. ബോവിക്കാനം ജനവാസ മേഖലയിലിറങ്ങിയ പുലികളെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാവശ്യപ്പെട്ട് ബാവിക്കര കുന്നിൽ ഫ്രണ്ട്സ് നുസ്രത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ ബോവിക്കാനം സെക്ഷൻ ഓഫീസിലേക്ക് പാത്രം കൊട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്ത് അംഗം അനീസ മൻസൂർ മല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. കാട്ടാനക്കൂട്ടങ്ങളും കാട്ടുപോത്തും കുരങ്ങും കാട്ടുപന്നിയും കർഷകരുടെ വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുലിയെ ഭയന്ന് പട്ടാപ്പകൽ പോലും ജനങ്ങൾക്ക് നടക്കാൻ ഭയക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇനിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവിടെ അറിയിക്കാനുള്ളത്. അബ്ദുൽ ഖാദർ കുന്നിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കുഞ്ഞമ്പു നമ്പ്യാർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എം അബൂബക്കർ, പീപ്പിൾസ് ഫോറം പ്രസിഡന്റ് ബി അഷ്റഫ്, മണികണ്ഠൻ ഓമ്പയിൽ, മുഹമ്മദ് കുഞ്ഞി കൊടുവളപ്പ്, അബ്ദുൽ റഹ്മാൻ ചാപ്പ, കബീർ മുസ്ലിയാർ നഗർ, കലാം പള്ളിക്കൽ, മുഹമ്മദ് കുഞ്ഞി ബാവിക്കര, അബൂബക്കർ ചാപ്പ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രകൃതി ചൂഷണത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രതിഷേധിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ എൻ കേശവ് നായക്. പ്രകൃതി വിഭവങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് വ്യാപകമായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധമെന്ന് എൻ കേശവ് നായക് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണും മരങ്ങളും അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് വ്യാപകമായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രതിഷേധിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ എൻ കേശവ് നായക് അറിയിച്ചു. നിയമങ്ങൾ കാറ്റിൽ പറത്തി കഴിഞ്ഞ കുറേ കാലങ്ങളായി അനന്തപുരം വ്യവസായ പാർക്കിനോട് ചേർന്ന് മരത്തടികളും മണ്ണും തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ 30 വർഷമായി പോരാട്ടം തുടർന്നുവരുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുക്താക്കാൻ വേണ്ടി ഞാൻ മഞ്ചേശ്വരത്തിൽ ഇന്നേ ഞാൻ MLA ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട് മാധ്യമക്കാരുടെ പിന്നെ സ്ട്രിക്റ്റ് ഓഫീസർക്കൾക്ക് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മാത്രം ഈ തീരുമാനത്തിൽ ഏതൊരു അംശത്തിന് ഞാൻ നിൽക്കില്ല. ഞാൻ ഉറപ്പായിട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2026 ഞാൻ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് അത് ഉറപ്പാണ് തിരിച്ചു എടുക്കുകയില്ല. ഞാൻ വന്നിട്ട് ഞങ്ങൾക്ക് വരുന്നതും വേണ്ട. ഞാൻ ഉറപ്പായിട്ട് മഞ്ചേശ്വരം ക്ഷേത്രത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നു. കോടികളുടെ നികുതി വെട്ടിലൂടെ നിയമലംഘനം നടത്തുന്ന മാഫിയകളെക്കുറിച്ച് വകുപ്പ് മേധാവികൾക്ക് കൃത്യമായ വിവരം ലഭ്യമായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും കേശവ് നായക് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അച്ചാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു. കുറുമ്പ നാൽവരായ മൂത്ത ഭഗവതി, ഇളയ ഭഗവതി, ദണ്ഡൻ, ഗണ്ഡകർണൻ, കൂടെ വിഷ്ണുമൂർത്തി, ചാമുണ്ടി, ഗുളികൻ എന്നീ ഈശ്വര ചൈതന്യങ്ങളാൽ അനുഗ്രഹീതമായ അജാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടന്നു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടന്നത്. യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു.
എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമ പാരായണം നടന്നു. നിരവധി ഭക്തരാണ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുക്കോട് പള്ളയിൽ വീട് വയനാട്ടുകുലവൻ തറവാട്ടിൽ പുത്തരി കൊടുക്കലും തെയ്യക്കോല ചടങ്ങും നടന്നു. വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി. രാവണേശ്വരം മുക്കൂട് പള്ളയിൽ വീട് ശ്രീ വയനാട്ടുകുലവൻ തറവാട്ട് സന്നിധിയിൽ പുത്തരി കൊടുക്കലും തെയ്യക്കോല ചടങ്ങും നടന്നു. പുലർച്ചെ പൊട്ടൻ തെയ്യം അരങ്ങിലെത്തി. തുടർന്ന് വിഷ്ണുമൂർത്തി, പടിഞ്ഞാറ് ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുഡ്ലു പാറക്കട്ട അയ്യപ്പ ഭജന മന്ദിരം വജ്ര മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടന്നു. കുഡ്ലു പാറക്കട്ട അയ്യപ്പ ഭജന മന്ദിരം വജ്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നാടിനെ ഭക്തിസാന്ദ്രമാക്കി. മീപ്പുകുരി ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ നിന്നും പാറക്കട്ട അയ്യപ്പ ഭജന മന്ദിരം വരെയായിരുന്നു ഘോഷയാത്ര നടന്നത്. ഘോഷയാത്രയിൽ നിരവധി ഭക്തർ അണിനിരന്നു. തുടർന്ന് വിവിധ ഭജനാസംഘങ്ങൾ അവതരിപ്പിക്കുന്ന ഭജനാപരിപാടി. ഉച്ചയ്ക്ക് 12 മഹാപൂജ, പ്രസാദം അന്നപ്രസാദം. രാത്രി 8 മണിക്ക് രാംദാസ് നഗർ ഫ്രണ്ട്സ്, ധർമ്മശാസ്ത്ര കൾച്ചറൽ ഫോറം, യുവജ്യോതി ഫ്രണ്ട്സ് ക്ലബ്, കസ്റ്റമസി കോട്ടക്കണി, സൺഡേ ഫ്രണ്ട്സ്, ഡാർക്ക് ബാഡ്മിന്റൺ കോർട്ട് കമ്മിറ്റി തുടങ്ങിയവർ സ്പോൺസർ ചെയ്യുന്ന കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരാകുമെന്നും എല്ലാ ഭക്തമഹാജനങ്ങളോടും അഭ്യർത്ഥിക്കുക. സ്വാമിയുടെ സ്വാമിയുടെ അപ്പോൾ പൂങ്കാവനം തവിട്ടാൻ അനുമതി ചൊല്ലി. ജനുവരി 4 ദിവസങ്ങളിലായി നടക്കുന്ന വജ്ര മഹോത്സവം ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ഇരട്ട കൊലപാതക കേസ് കൊച്ചി CBI കോടതി വെള്ളിയാഴ്ച വിധി പറയും. ദേശീയപാത നിർമ്മാണം തലപ്പാടി മുതൽ ചെങ്കള റീച്ചിലെ 6-വരിപ്പാതയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർ ഇനി വാഹന പാർക്കിങ്ങിന് ബുദ്ധിമുട്ടേണ്ട. വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കും. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം ഉടൻ നടക്കും. ദേശീയ മെഡിക്കൽ കമ്മീഷന് അപേക്ഷ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു.
നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. ആടിയും പാടിയും പുതുവർഷത്തെ വരവേറ്റ് കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും. ഈസ്റ്റലേരി പഞ്ചായത്തിലെ കടുമേനി സർക്കാരി ഉന്നതിയിലെ സച്ചു സതീഷിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കാഞ്ഞങ്ങാട് കൂട്ടായ്മയുടെ കൈത്താങ്ങ്. അചാനൂർ കടപ്പുറം കുറുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.